നമസ്കാരം. ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ MCQ ഡിസ്കഷൻ സീരീസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എമംഗ് ദ ഫോളോയിങ്. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. സോ സ്റ്റാർച്ച് ഈസ് എ സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ് ഇൻ പ്ലാന്റ്സ്. കറക്റ്റ് അല്ലേ? അതെ, സ്റ്റാർച്ച് ആണ് എന്ത് ഈ പറയുന്ന പ്ലാന്റ്സിലെ കാർബോഹൈഡ്രേറ്റിന്റെ ഫോം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സെന്റൻസ് കറക്റ്റ് ആണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് സുക്രോസ് ഈസ് എ റിഡ്യൂസിങ് ഷുഗർ. കറക്റ്റ് ആണോ? അത് കറക്റ്റ് അല്ല. സുക്രോസ് എന്തല്ല? ഒരു റിഡ്യൂസിങ് ഷുഗർ അല്ല. തേർഡ് വൺ, റൈബോസ് ഈസ് എ പെന്റോസ് ഷുഗർ. റൈബോസ് ഒരു പെന്റോസ് ഷുഗർ ആണ്. ദെൻ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആർ ഐസോമേഴ്സ്. സോ 1ഉം 3ഉം 4ഉം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 2 ആണ് ഇൻകറക്റ്റ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1, 3 and 4. നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസും ഗാലക്ടോസും എപ്പിമേഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. സുക്രോസ് എന്തല്ല? നോട്ട് റെഡ്യൂസിങ് ആണ്. കാരണം അവയ്ക്ക് ബോത്ത് അനോമറിക് ആയിട്ടുള്ള കാർബൺസ് ഉണ്ട്. ബോത്ത് അനോമറിക് കാർബൺസ് ആർ ഇൻവോൾവ് ഇൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. സോ അതെന്തല്ല? നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. റെഡ്യൂസിങ് ഷുഗർ അല്ല. ബാക്ടീരിയൽ റൈബോസോം ഈസ് 80S, 60S, 70S, 90S. എന്താണ് ബാക്ടീരിയൽ റൈബോസോം? 70S ആണ്. സോ ആൻസർ സി ആണ് വരുന്നത്. ബാക്ടീരിയൽ റൈബോസോം 70S. ഈ പറയുന്ന റൈബോസോമിന് എത്ര സബ് യൂണിറ്റ് ഉണ്ട്? 2 സബ് യൂണിറ്റ് ആണുള്ളത്. 50Sഉം 30S സബ് യൂണിറ്റ്സും ഉള്ളതാണ്. 80S റൈബോസോംസ് എവിടെയാണ് കാണുന്നത്? 80S റൈബോസോംസ് കാണുന്നത് യൂക്കാരിയോട്സിലാണ്. Which among the following is a Hollandric trait? Hollandric trait എന്ന് പറഞ്ഞാൽ Y linked traits ആണ്. അഥവാ ഫാദറിൽ നിന്ന് സണ്ണിലേക്ക് മാത്രം പാസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രേറ്റുകളെയാണ് നമ്മൾ ഹൊളാൻഡ്രിക് ട്രേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ്? കോക്ക് ഫെദറിംഗ്, പാറ്റേൺ ബാൾഡ്നസ്, ബിയർഡ് ഇൻ മാൻ, ഹൈപ്പർ ട്രൈക്കോസിസിൽ ഏതാണ് ഹൊളാൻഡ്രിക് ട്രേറ്റ് ആയിട്ട് വരുന്നത്? ഹൈപ്പർ ട്രൈക്കോസിസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഹൊളാൻഡ്രിക് ട്രേറ്റ്സ് നമ്മൾ പറഞ്ഞു അത് Y linked ട്രേറ്റ്സ് ആണ്. അഥവാ ഫാദറിൽ നിന്ന് സണ്ണിലേക്ക് മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാത്രം ജനറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് ഹൊളാൻഡ്രിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഹൈപ്പർ ട്രൈക്കോസിസ് അല്ലെങ്കിൽ നമ്മുടെ ഇയറിൽ കാണുന്ന ഹെയർസ് ഉണ്ട്, ഇയറിന്റെ പിന്നയിൽ കാണുന്ന ഹെയർസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയുന്നത്. അതൊരു ഹൊളാൻഡിക് ട്രേറ്റിന്റെ എന്താണ് എക്സാമ്പിൾ ആണ്. കോക്ക് ഫെദറിംഗ് എന്ന് പറയുന്നത് ബേർഡ്സിന്റെ സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളതാണ്. പാറ്റേൺ ബാൾഡ്നസ് എന്ന് പറയുന്നതും സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. ബിയർഡ് ഇൻ മാൻ എന്ന് പറയുന്നതും സെക്സ് ഇൻഫ്ലുവൻസ്ഡ് അല്ലെങ്കിൽ ഹോർമോൺ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇനി അടുത്തതൊരു അസേർഷൻ ആൻഡ് റീസണിംഗ് ആണ്. അസേർഷൻ, DNA barcoding identifies species using short gene sequence. ഇതില് പറഞ്ഞിരിക്കുന്നത് DNA ബാർകോഡിംഗ് വെച്ച് ഷോർട്ട് ജീൻ സീക്വൻസ് വഴിയാണ് DNA ബാർകോഡിംഗിൽ നമ്മൾ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അസേർഷൻ കറക്റ്റ് ആണ്. കാരണം DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് ജീൻ ഫ്രാഗ്മെന്റ്സിനെ മാത്രം നോക്കുന്നതാണ്. ഷോർട്ട് ജീൻ ഫ്രാഗ്മെന്റ്സിന്റെ യൂസേജ് കൊണ്ട് നമ്മൾ സ്പീഷീസുകളെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. റീസൺ, these sequences are conserved across all taxa. അഥവാ ഈ പറയുന്ന സീക്വൻസ് ഷോർട്ട് ജീൻ സീക്വൻസ് എല്ലാ ടാക്സകളിലും കൺസേർവ് ആണ് അല്ലെങ്കിൽ എല്ലാ ടാക്സകളിലും സെയിം ആണ്. അത് ഫോൾസ് അല്ലേ? കാരണം ഓരോ സ്പീഷീസ് ഡിഫറെന്റ് ആവുന്നത് അവിടെയുള്ള ജീൻ സീക്വൻസുകൾ ഡിഫറെന്റ് ആവുന്നത് കൊണ്ടാണ്. സോ അവിടെ കൺസേർവ്ഡ് അല്ല. സോ ആൻസർ ഏതാ വരുന്നത്? A is true but R is false. ഓപ്ഷൻ സി ആണ് വരുന്നത്. DNA ബാർകോഡിംഗ് എന്താണ്? DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക് ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള DNA സീക്വൻസുകൾ വെച്ച് നമ്മൾ സ്പീഷീസുകളെ ഐഡന്റിഫൈ ചെയ്തു. സോ ഈ പറയുന്ന സീക്വൻസ് ചൂസൺ ആണ്. എന്തുകൊണ്ടാ? ഓരോ സ്പീഷീസിനും ഈ പറയുന്ന സീക്വൻസുകൾ ഡിഫറെന്റ് ആണ്. ആ സീക്വൻസ് ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്പീഷീസുകളെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ബാർകോഡ് സീക്വൻസ് അല്ല എന്തല്ല ടാക്സകളില് ഫുള്ളി കൺസേർവ്ഡ് അല്ല. Tube feeds are locomotory organs. സിമ്പിൾ ആയിരുന്നു. ഇക്കിനോഡെർമേറ്റ, ടിഡേറിയ, മുളുസ്ക, ആർത്രോപോഡ. ട്യൂബ് ഫീറ്റ് ആരുടെയാണ്? ഇക്കിനോഡെർമേറ്റയുടെ ആണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇക്കിനോഡെർമേറ്റ.
2 feet എന്ന് പറയുന്നത് എക്കിനോഡംസ്. ഈ പറയുന്ന വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ്, ലോക്കോമോട്ടറി ഓർഗൻ ആണ് 2 feet എന്ന് പറയുന്നത്. നിഡേറിയയിൽ അത് ഏതാണ് വരുന്നത്? ടെന്റിക്കിൾസ് ആണ് വരുന്നത്. മൊളുസ്കയിൽ വരുന്നത് മസ്കുലാർ ഫൂട്ട് ആണ്. അതേപോലെ ആർത്രോപോഡയിൽ ആണെങ്കിൽ നമുക്കറിയാം അവർക്ക് എന്തുണ്ട്? ജോയിന്റഡ് അപ്പൻഡേജസ് ഉണ്ട്, അവരുടെ ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ 2 feet ലോക്കോമോട്ടറി ഓർഗൻ ആയിട്ട് വരുന്നത് എക്കിനോഡേംസിലാണ്. Next, the exoskeleton in arthropoda is made of cellulose, keratin, chitin, collagen. Simple answer ആയിരുന്നു. ഏതായിരുന്നു? chitin ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ആർത്രോപോയിഡയിലെ എക്സോസ്കെലട്ടൺ എന്ന് പറയുന്നത് chitin ആണ്. chitin എന്ന് പറയുന്നത് ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള പോളിസാക്കറൈഡ് ആണ്. സെല്ലുലോസ് എവിടെയാ കാണുന്നത്? പ്ലാന്റ്സിന്റെ സെൽ വോളിലാണ് കാണുന്നത്. കെരാറ്റിൻ നമുക്കറിയാം ഹെയർസ്, നെയിൽസ്, ഫെതേഴ്സിലൊക്കെ കാണുന്ന കെരാറ്റിൻ ആണ്. കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ അനിമൽസിൽ അല്ലെങ്കിൽ ഹ്യൂമൻസിനകത്തെല്ലാം ഉള്ള ഒരു കണക്റ്റീവ് ആയിട്ടുള്ള ടിഷ്യൂ പ്രോട്ടീൻ ആണ് കൊളാജൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ gluconeogenesis starting point is citrate, lactate, pyruvate, acetyl coenzyme. ഗ്ലൂക്കോനിയോജനസിന്റെ പ്രധാനമായിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്? പൈരുവേറ്റ് ആണ്. ഓപ്ഷൻ സി പൈരുവേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഗ്ലൂക്കോനിയോജനസിസ് നമ്മൾ പറഞ്ഞു മെയിൻലി ബിഗിൻസ് ഫ്രം പൈരുവേറ്റ്. ഓക്സാലോ, ഈ പറയുന്ന പൈരുവേറ്റിനെ നമ്മൾ ഓക്സാലോ അസറ്റേറ്റ് ആയി മാറ്റുന്നു, പിന്നീട് അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുന്നു. സോ ഇവിടെ പൈരുവേറ്റ് ആണ് കീ സ്റ്റാർട്ടിംഗ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. സിട്രേറ്റ് എന്തല്ല, ഈ പറയുന്ന മെയിൻ സ്റ്റാർട്ടിംഗ് അല്ല, അത് ക്രെബ്സ് സൈക്കിളിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആണ്. ലാക്ടേറ്റ് ആണെങ്കിൽ നമുക്കറിയാം ലാക്ടേറ്റ് ആ ഫോമിലല്ല, ലാക്ടേറ്റ് പൈരുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഗ്ലൂക്കോനിയോജനസിസിലേക്ക് എൻ്റർ ചെയ്യുന്നുള്ളൂ. അസറ്റൈൽ കോഎൻസൈമെ എന്ത് പറ്റില്ല? അനിമൽസിൽ അസറ്റൈൽ കോഎൻസൈമെ ഡയറക്ട്ലി ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യല്ല, അസറ്റൈൽ കോഎൻസൈമെ ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യാണ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് മെയിൻലി പൈരുവേറ്റ് തന്നെയാണ്. അടുത്തതൊരു അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ ആണ്. ദ ക്രെബ്സ് സൈക്കിൾ ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. കറക്റ്റ് ആണോ? ക്രെബ്സ് സൈക്കിൾ സൈറ്റോപ്ലാസത്തിലാണോ നടക്കുന്നത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്രെബ്സ് സൈക്കിൾ എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺഡ്രിയയിലാണ്, സൈറ്റോപ്ലാസത്തിലല്ല. സോ ഈ പറയുന്ന അസേർഷൻ ഫോൾസ് ആണ്. റീസൺ നോക്കുക, ഇറ്റ്സ് എൻസൈംസ് ആർ ലൊക്കേറ്റഡ് ഇൻ മൈറ്റോകോൺഡ്രിയ. ക്രെബ്സ് സൈക്കിൾസിന്റെ എൻസൈംസ് എവിടെയാണ്? മൈറ്റോകോൺഡ്രിയയിലാണ്. സോ എ അസേർഷൻ ഫാൾസ് ആണ്, റീസൺ ട്രൂ ആണ്. ആൻസർ ഏതാ വരുന്ന? ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ദ ഔട്ട്പുട്ട് ഓഫ് ബ്ലാസ്റ്റ് ഇൻക്ലൂഡ്സ്. ഇതില് ബ്ലാസ്റ്റിന്റെ ഔട്ട്പുട്ട് ഏതാണ്? ഫൈലോജനറ്റിക് ട്രീ, അലൈൻമെന്റ് സ്കോപ്പ്, മോളിക്കുലാർ സ്ട്രക്ചർ, ഹീറ്റ് മാപ്പ്. ബ്ലാസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു അലൈൻമെന്റ് റിസൾട്ട് തരുന്നതാണ്. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, അലൈൻമെന്റ് സ്കോർ ആണ്. ബ്ലാസ്റ്റ് ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു അതെന്താണ്? അലൈൻമെന്റ്സിനെ കാണിക്കാൻ, അലൈൻമെന്റ് സ്കോറുകൾ അല്ലെങ്കിൽ ഈ വാല്യൂകൾ, പെർസെന്റേജ് ഐഡന്റിറ്റി, മാച്ച് ദ സീക്വൻസ്, അങ്ങനെ അലൈൻമെന്റ് തമ്മിൽ രണ്ട് സീക്വൻസ് തമ്മിൽ അലൈൻമെന്റ് ചെയ്ത് അതിന്റെ സ്കോർസ് മനസ്സിലാക്കാനാണ് ബ്ലാസ്റ്റ് ഉള്ളത്. സോ അവിടെ ഔട്ട്പുട്ട് എന്താണ്? അലൈൻമെന്റ് സ്കോർ ആണ്. അടുത്തത് ദ മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഗ്രോസ് ഇൻ ഹൈ സോൾട്ട് ഈസ് കോൾഡ് ഹാലോഫൈൽ, അസിഡോഫൈൽ, തെർമോഫൈൽ, മെത്തനോജൻ. ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ ഗ്രോ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ അതിനെ ഹാലോഫൈൽ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ്, ഹാലോഫൈൽ ആണ് ആൻസർ വരുന്നത്. നോക്കുക, ഹൈ കോൺസെൻട്രേഷനിൽ ഗ്രോ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഹാലോഫൈൽസ് ആണ്. ഹാലോ ബാക്ടീരിയം എല്ലാം അതിന് എക്സാമ്പിൾ ആണ്. അസിഡോഫൈൽസ്, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, അസിഡോഫൈൽസ് ഇതിനകത്തായിരിക്കും. ഹൈ പി എച്ച്, അസിഡിക് പി എച്ചിൽ ഗ്രോ ചെയ്യുന്നവരെയാണ് അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. തെർമോഫൈൽസ് ആണെങ്കിൽ അത് ഹൈ ടെമ്പറേച്ചറിൽ ഗ്രോ ചെയ്യുന്നതാണ്. മെത്തനോജൻ നമുക്കറിയാം എനേറോബിക് കണ്ടീഷൻസിൽ മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ മെത്തനോജൻസ് എന്ന് പറയുന്നത്. സോ ഹാലോഫൈൽസ് എന്ന് പറയുന്നത് ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ ഗ്രോ ചെയ്യുന്നവരാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.